ക്ലാസ്സിൽ സ്ഥിരമായിട്ടൊരു തല്ലുകൊള്ളി ഉണ്ടാവും, അല്ലെങ്കിൽ എന്നും ടീച്ചർമാർ വന്നിട്ട് പിടിക്കുന്ന ഒരാളുണ്ടാവും. അവർ ക്ലാസ്സിൽ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും, എഴുന്നേറ്റ് നിൽക്കും ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ. പിന്നെ അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിൽ ടീച്ചേഴ്സിനോട് ബിഹേവ് ചെയ്യും. ഇങ്ങനെ കുറച്ച് ആളുകൾ അല്ലെ, മുൻപും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളുകൾ. ചില ടീച്ചേഴ്സൊക്കെ പറയണ കേട്ടാ വിചാരിക്കും ആ ഒരു കാലഘട്ടത്തിലുള്ളവരൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു എന്ന്. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇപ്പോ അങ്ങനെ കാണിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യത്തിനെ ചൊല്ലി നമ്മൾ എപ്പോഴും പാരന്റ്സ് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ടീച്ചർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും? ഒരു പക്ഷേ കുട്ടിയുടെ ബിഹേവിയറൽ പ്രോബ്ലം ആയിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് ഹെറിഡിറ്ററി ആയിട്ടുണ്ടായ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, പാരന്റിങ്ങിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും ഓടി ഒളിക്കാനായിട്ട് അവരെടുത്തണിയുന്ന ഒരു മാസ്ക് ആയിരിക്കാം ഈ തല്ലുകൊള്ളിത്തരം കാണിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനോടാണ് പറയുന്നത്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ പാറ്റേൺ ഇത് നോർമൽ അല്ല എന്നെങ്കിലും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമല്ലോ. അതിനൊരു റെമഡി കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും അപ്പോൾ പാരന്റ്സിനെ വിളിക്കുക, എന്നിട്ട് അവരോട് ഈ കുട്ടി ഒരു സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന് പറയുന്നതിന് പകരമായിട്ട് അത്രയും നോർമൽ അല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ കാണുന്നത്. സാധാരണ കുട്ടികൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നടങ്ങും, ഇവർക്കത് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് പാരന്റിനെ ഉപദേശിക്കുക. അതല്ലാതെ പാരന്റിനെയും ഇവർ പ്രഷർ ചെയ്യും, കുട്ടി ഇങ്ങനെയാണ്, ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ക്ലാസ്സിൽ ഭയങ്കര ശല്യമാണ്. ഇത് കേട്ട് വരുന്ന പാരന്റ് എന്ത് ചെയ്യും? കണ്ണും മുട്ടി കുട്ടീനെ ചീത്ത പറയും, പണിഷ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് ചെയ്യുന്ന ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർക്കൊരു റിഗ്രറ്റ് തോന്നിക്കല്ലാതെ കിട്ടുന്ന ആൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ പ്രോബ്ലം അത് വേറെ തലത്തിലുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിനെ കണ്ടെത്തിയിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് നോക്കുക. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.